നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഗൂഗിൾ ആഡ്സൻസ് അക്കൗണ്ടിൽ എങ്ങനെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഗൂഗിൾ ആഡ്സൻസിൻ്റെ പേജിൽ പോവുക, എന്നിട്ട് സൈൻ ഇൻ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈൻ ഇൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പിന്നെ പേയ്മെൻറ്റ്സ് എന്ന ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ്സ് ഇൻഫോ എന്ന് പറഞ്ഞൊരു ടാബ് കാണാം. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ്സിൽ ഇൻഫോയിൽ പോയിട്ട് അവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു $10 ഉദ്ദേശം പോയി കഴിഞ്ഞാൽ മാത്രമേ അത് ഗൂഗിളിൽ നിന്നും യൂട്യൂബിൽ നിന്നും നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരും, ഗെറ്റിംഗ് റെഡി ഫോർ ഈ ബാങ്കിൻ്റെ അക്കൗണ്ട് സെറ്റപ്പിന് റെഡി ആയിട്ടുണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ പോയാൽ അവിടെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് കിട്ടും. അപ്പോൾ അതിനകത്ത് പോകുമ്പോഴേക്കും ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് ഞാനിവിടെ സ്ക്രീൻഷോട്ട് സൈഡിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും കുറച്ച് ഇൻഫർമേഷൻ ഫില്ല് ചെയ്യാനുള്ള ഒരു കോളം വരും. അതിൽ ബാങ്ക് അക്കൗണ്ട്, അതിൻ്റെ ഓണറിൻ്റെ പേര്, ബാങ്കിൻ്റെ പേര്, IFSC കോഡ്, പിന്നെ അക്കൗണ്ട് നമ്പർ, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തെറ്റിക്കാതെ ഫില്ല് ചെയ്യുക. പിന്നെ സ്വിഫ്റ്റ് കോഡ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നെറ്റിൽ പോയിട്ട് സ്വിഫ്റ്റ് കോഡ് സെർച്ച് ചെയ്തിട്ട് അത് എടുത്ത് അങ്ങ് കൊടുക്കും. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓരോ ബ്രാഞ്ചിൻ്റെയും സ്വിഫ്റ്റ് കോഡിൽ വന്നിട്ട് വ്യത്യാസം ഉണ്ടാവും. കൃത്യമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എന്ത് ബ്രാഞ്ചിലാണോ ഉള്ളത് അവിടെ നിങ്ങൾ ആ സ്വിഫ്റ്റ് കോഡ് കൂടെ അന്വേഷിച്ചിട്ട് കൃത്യമായിട്ട് അത് ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ബാങ്ക് അക്കൗണ്ട് നമ്പറൊക്കെ ഫില്ല് ചെയ്യുമ്പോഴേക്കും വേർഡ്സൊക്കെ, അക്കങ്ങളൊക്കെ തെറ്റാതെ കൃത്യമായിട്ട് അത് ഫില്ല് ചെയ്യുക. അതുപോലെ ബാങ്കിൻ്റെ പേര്, അത് എല്ലാം ഫില്ല് ചെയ്തിട്ട് ഓരോന്നും പിന്നെയും ചെക്ക് ചെയ്ത് നോക്കണം. കാരണം എന്തെങ്കിലും ഒരു ആൽഫബറ്റോ ലെറ്ററോ ഒക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആഡ്സൻസിന് വന്നിട്ട് നിങ്ങൾക്ക് പണം അയച്ചു തരാനായിട്ട് പറ്റില്ല. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിലൊരു $100 തികയുമ്പോൾ, ഏത് സമയത്താണോ തികയുന്നത്, ഇപ്പോൾ 1 മാസമായാലും 2 മാസമായാലും 3 മാസമായാലും എപ്പോൾ $100 തികയുന്നോ ആ സമയമായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ പേയ്മെൻറ്റ് വരിക. അങ്ങനെ ഓരോരോ $100 തികയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് കിട്ടുക. ഈ ഒരു കാര്യം ഒരുപാട് പേര് സംശയം ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫാമിലി മെമ്പേഴ്സൊക്കെ വീഡിയോ കണ്ടിട്ട് നല്ല കമൻസും മോട്ടിവേഷനും ഒക്കെ തരുന്നതിൽ വളരെ സന്തോഷം. ഇനി ഇതുപോലുള്ള ഒരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുപോലെ ഇപ്പോൾ പറയുന്ന പോലെ മിക്കവാറും എല്ലാ ദിവസങ്ങളും രാവിലെ തന്നെ 9 മണിക്ക് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ കിട്ടാത്തവർ മറക്കാതെ രാവിലെ തന്നെ ഒന്ന് ചാനൽ വീഡിയോ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.